പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സോളമൻ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഈ സമയം വിനിയോഗിക്കുമ്പോൾ നമുക്ക് അവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിദാസൻ പാസ്റ്റർ സോളമൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ, പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്റർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനാപുരത്തു നിന്നാണ്. എൻ്റെ സ്വന്തം സ്വദേശം കോട്ടയമാണ്. ഞാനിപ്പോൾ 10 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പത്തനാപുരത്തായിരിക്കുന്നു. എനിക്ക് ഭാര്യ, 3 മക്കളാണുള്ളത്. ഭാര്യയുടെ പേര് കൊച്ചുമോൾ എന്നാണ്. മക്കള് മൂത്ത 2 ആൺകുട്ടികളാണ്, ഇളയതൊരു പെൺകുട്ടിയാണ്. മൂത്ത മോന്റെ പേര് കെവിൻ, രണ്ടാമത്തെ മോന്റെ പേര് ക്രിസ്റ്റി, മൂന്നാമത്തെ മോടെ പേര് കൃപയാണ്. മൂത്ത മോന് എറണാകുളത്ത് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോന് MBA പഠിക്കുന്നു. മൂന്നാമത്തെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്നു. കർത്താവിന്റെ കൃപയായിട്ട് പത്തനാപുരത്തായിരിക്കും. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കുന്ന അവസരം വേർതിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തന്നെയുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല അവസരത്തിനായി ഞാൻ പ്രാരംഭമായി കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും കർത്താവിന്റെ തൃപ്പാദപിടത്തിൽ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ചാനലിൽ ആയിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾ, അതുപോലെ അരോമ ടി വി, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ശബ്ദത്തെ, എൻ്റെ അനുഭവങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുമ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. തീർച്ചയായും ദൈവം ഇത് നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യ ദൈവദാസന് ഒരിക്കൽ കൂടി വന്ദനം അറിയിച്ചുകൊണ്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ ജീവിതാനുഭവങ്ങൾ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് നൽകി തന്നത്, എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുകയാണ്. എൻ്റെ പേര് പ്രാരംഭമായി പറഞ്ഞല്ലോ, സോളമൻ എന്നാണ്. എൻ്റെ നാട് കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആർപ്പുക്കര എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവിക അനുഭവമായി ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കേൾക്കുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് അതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനൊരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ മറുപടി? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആരാണ് പ്രാർത്ഥിച്ചത് എന്നതാണ് എൻ്റെ വിഷയം. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, കോട്ടയം ജില്ലയിലെ എൻ്റെ അപ്പൻ ഒരു പാസ്റ്ററും അമ്മ കർത്താവിന്റെ വേലയിലുമായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കുടുംബത്തിലാണ് ജനിക്കുവാനിടയായി തീർന്നത്. 4 മക്കളായിരുന്നു ഞങ്ങൾ. 4 മക്കളിൽ മൂന്നാമത്തവനായി ഞാൻ ജനിച്ചു. ഒരു പെണ്ണും 3 ആണുങ്ങളുമാണ്. ഏറ്റവും മൂത്തത് സഹോദരിയാണ്. ഞങ്ങൾ 4 മക്കളാണ്. അപ്പൻ ഉപദേശിയായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടങ്ങളിൽ ഒരു പ്രതിഫല ഇച്ഛയില്ലാതെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന പിതാക്കന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് മീശ പഠിക്കുന്നവരെയും അന്ന് വെള്ളസാരി ഉടുക്കുന്നവരെയും വെള്ളയുടുപ്പിടുന്നവരെയൊക്കെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കല്ലെറിയുന്ന ഒരു കാലഘട്ടം, വളരെ പ്രതികൂലങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആരും ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, ഈ നമ്മുടെയൊക്കെ ബന്ധുക്കളിൽ നിന്ന് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇല വലിച്ച് എഴുന്നേൽപ്പിച്ചു വിട്ട ചരിത്രമുണ്ട്. അതുപോലെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കാലഘട്ടങ്ങളിൽ എൻ്റെ പിതാവ്
അനുഭവിച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും പീഡകളും ഒക്കെ ഞാൻ കണ്ടു വളർന്നതാണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ സുവിശേഷ വേല ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ വരുന്നേ. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. 4 മക്കളാണ്, ഇവർക്ക് എന്താണ് ആഹാരം കൊടുക്കുന്നത്, എന്താണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് ഇവർക്ക് ചിന്തയുണ്ടായിരുന്നു. കാരണം അന്ന് ഇന്നത്തെ പോലെയൊന്നും ഒരു സാധ്യതകളോ ഒരു എന്താ പറയുക, കർത്താവിന്റെ ദാസന്മാരെ മാനിക്കുന്നതോ അന്ന് വിശ്വാസികൾ പോലും വിരളമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പിതാവും മാതാവും ഒക്കെ കർത്താവിന്റെ വേല ചെയ്തിരുന്നത്. അപ്പോ വളരെ ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ എൻ്റെ ബാല്യകാലം കടന്നുപോയപ്പോ എനിക്ക് ദൈവത്തോടൊന്നും വലിയ വിശ്വാസം കുറയുവാൻ തുടങ്ങി. ദൈവത്തോട് വിശ്വാസം കുറഞ്ഞ് ഞാൻ വേദപഠന ക്ലാസ്സുകൾക്ക് പോകുന്നത് നിർത്തലാക്കി. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാതെ തോന്നി. കാരണം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമൊന്നുമല്ല, ദൈവം ഇങ്ങനെ ഒരു ദൈവമൊന്നുമില്ല എന്ന അപ്പൻ ഉൾപ്പെടെയുള്ള സമൂഹത്തോട് ഞാൻ എൻ്റെതായ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോടും ദൈവികമായ കൂട്ടായ്മയോടും ഒക്കെ പിന്തള്ളി പുറകോട്ട് പതുക്കെ 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 മാറുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകുന്ന പരിപാടികളൊക്കെ നിർത്തലാക്കി. ഞാൻ ലോകപ്രകാരം കൂട്ടുകെട്ടിലും കൂട്ടുകാരും ഒക്കെ ഒത്ത്, നമ്മുടെ കൊച്ചു കൂട്ടുകാർ പറയുമല്ലോ, എന്താ പറയുക, അടിച്ചു പൊളിക്കണം. ഈ ലോകത്തിലെ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു പോളിസി ആയിരുന്നു എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ കളർഫുൾ ആക്കുക, ഈ ലോകത്തിനുള്ളതെല്ലാം അനുഭവിക്കുവാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഒരു തത്വവുമായി കോട്ടയം ജില്ലയിൽ ഞാൻ ആരായിരുന്നു എന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും കറുപ്പിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ദൈവത്തിന് പുറം കാട്ടി പാപത്തിന് മുഖം കാട്ടിക്കൊണ്ട് ജീവിതം നയിച്ചിരുന്ന ഒരു ജീവിതത്തിന്റെ പിന്നാമ്പുറം എൻ്റെ ജീവിതത്തിലുണ്ട്. പഴയ കാര്യങ്ങളെ, അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ച കാര്യങ്ങളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയല്ല, യേശു കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത, അല്ലെങ്കിൽ കണ്ണുനീരിന് കൊണ്ട് മറുപടി പ്രാപിച്ചതായ ദൈവിക അനുഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിക്കുവാൻ വേണ്ടിയാണ് പഴയ കാര്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത് എന്നുള്ള കാര്യം തലക്കെട്ടായി മുഖവരിയായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഞാൻ മദ്യത്തും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണമായിരുന്നു. പണമുണ്ടാക്കണം, പണമാണ് ദൈവം, പണമുണ്ടെങ്കിൽ ലോകത്തിൽ എന്തും നടക്കുമെന്നുള്ള എൻ്റെ അന്നത്തെ ചിന്താഗതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, അന്നത്തെ എൻ്റെ ചിന്താഗതി പണമുണ്ടാക്കുക, പണമുണ്ടാക്കി, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ലൈഫ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കുക എന്ന പോളിസി ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ കോട്ടയത്തിന്റെ തെരുവിൽ പണമുണ്ടാക്കണം, പണമുണ്ടാക്കുവാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് ഞാൻ കണ്ടെത്തി. ഒരു കൂലിത്തല്ലുകാരനായി ചെറുപ്രായത്തിൽ പഠിച്ച കായിക അഭ്യാസങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് മിന്നുന്ന വടിവാളുകളും കരങ്ങളിൽ ഏന്തിക്കൊണ്ട് രാത്രിയെന്നും പകലെന്നും മധ്യാഹ്നമെന്നും സമയഭേദ വ്യത്യാസമില്ലാതെ കോട്ടയത്തിന്റെ തെരുവിൽ ഒരു പേ പിടിച്ച നായ്ക്ക് തുല്യനായി ജീവിതം നയിച്ചൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ട്. പ്രിയമുള്ളവരെ, ആ കാലഘട്ടങ്ങളിൽ എല്ലാവരാലും വെറുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വന്നവരും നിന്നവരും കണ്ടവരും പോയവരും എല്ലാം പറഞ്ഞു, ഒരിക്കലും ഇവൻ നന്നാകത്തില്ല, ഒരിക്കലും ഇവൻ രക്ഷപ്പെടുകയില്ല എന്ന് പരസ്യമായി പറഞ്ഞവരുണ്ട്, രഹസ്യമായി പറഞ്ഞവരുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും, എന്തിനേറെ പറയുന്നു, കൂടപ്പറപ്പുകൾക്കും പോലീസ് അധികാരികൾക്ക് പോലും തലവേദനയായി തീർന്ന ഒരു കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, പഴയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുമ്പോൾ ഞാൻ കടന്ന, അല്ലെങ്കിൽ നടന്നു പോയ, ഞാൻ ആയിരുന്ന ആ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ ജീവിതം നയിക്കുമ്പോ എല്ലാവരും വെറുക്കപ്പെട്ടു. രാത്രി എന്നില്ല, പകലെന്നില്ല, മധ്യാഹ്നം എന്നില്ല, പണമുണ്ടാക്കണം, അതാണ് എൻ്റെ മനസ്സിലെ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ
കണ്ടെടുത്തതായ എൻ്റെ സ്വപ്നലോകം എനിക്ക് കെട്ടിപ്പടുത്തണം. അതായിരുന്നു മാത്രമായിരുന്നു ആ സ്വപ്നം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സ്വപ്നം അത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പണത്തിനു വേണ്ടി ഓടിയ ഒരു കാലഘട്ടം. മൃഗതുല്യനായി മനുഷ്യത്വമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ മദ്യമില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല, മയക്കുമരുന്നില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ ഉപദേശിയുടെ വീട്ടിൽ, എന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറയാൻ കഴിയത്തില്ല, ഈ ഉപദേശിയുടെ വീട്ടില് നിരന്തരമായി വരുന്നൊരു വണ്ടിയുണ്ട്. ആ വണ്ടി ആരുടെയാണെന്നറിയോ? പാസ്റ്റർമാരുടെ വീട്ടിലേക്കൊക്കെ മനോഹരമായ നല്ല നല്ല ഗസ്റ്റുകളും നല്ല നല്ല കാറുകളും ഒക്കെ വരുമ്പോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഒരൊറ്റ വണ്ടിയാ. ആ വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആ വണ്ടിയെ യാത്ര ചെയ്യുന്നവരുടെ പേര് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പോലീസ് വണ്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് നിരന്തരമായി വരുന്നത്. അങ്ങനെ വിവിധ കേസുകളും വിവിധ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോ അപ്പനും അമ്മയും നാട്ടുകാരും അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായിട്ട് മതി ഇനി നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ സുവിശേഷീകരണം ഒന്നും വേണ്ട എന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അവരാൽ പുറന്തള്ളുവാൻ ഇടയായി തീർന്നു. സഭാ സംഘടനകളൊക്കെ അവരെ പുറന്തള്ളി. കാരണം ഈ തലമുറ കാരണം നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ആ കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊക്കെ വെറുതെയാണെന്ന് മറ്റുള്ളവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് കരഞ്ഞ് വീടിന്റെ അകത്തേക്ക് ഓടി വന്ന മാതാപിതാക്കളുടെ മുഖം ഇന്നലെ എന്നതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് ഞാൻ അന്ന് ഓർക്കുന്നു, ഒരു ഓടിട്ട വീടായിരുന്നു. നമുക്കറിയാം, ഓടിട്ട വീടുകളിൽ പാർത്തിരുന്നവരൊക്കെയാ നമ്മൾ എല്ലാവരും, ഇല്ലേ? ആ ഓടിട്ട വീടുകളിൽ പാർക്കുന്നതിന്റെ സുഖമൊന്നും ഇന്നത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലൊന്നും കിട്ടാറില്ല എന്നത് സത്യമാണ്. എന്നാൽ ഞാന് എൻ്റെ ജീവിതാനുഭവങ്ങൾ എവിടെയാണെങ്കിലും കഴിഞ്ഞ നാളുകളെ കുറിച്ച് പറയുന്നതിൽ എനിക്കൊരു ആക്ഷേപവുമില്ല. ആ ഓടിട്ട വീടുകളിൽ പാർത്തിട്ടുള്ളവർക്കറിയാം, പുതുമഴ പെയ്യുമ്പോൾ ചോരാറുണ്ട്, കട്ടിലൊക്കെ മാറ്റിയിടാറുണ്ട്, പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാറുണ്ട്. മലയാളികളായിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലേ? ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയ്ക്കൊന്നും അറിയത്തില്ലെങ്കിലും പിതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ജനിച്ചിട്ടുള്ള വളർന്നിട്ടുള്ള സാഹചര്യത്തിലൊക്കെ ജീവിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാറുണ്ട്. എൻ്റെ വീട്ടിലും ഞാനൊരു രാത്രി കിടന്നുറങ്ങുമ്പോ ഭയങ്കര മഴ പെയ്യുകയാ. കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞ കുടം കമത്തിയതുപോലെ വെള്ളം എൻ്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയാണ്. വെള്ളം വന്ന് വീഴുകയാണ്. വെള്ളം നനയുന്നത് കണ്ട് ഞാന് ഒന്ന് എഴുന്നേറ്റ് മാറിക്കിടക്കാമെന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റപ്പോ എൻ്റെ ഇരുട്ടത്ത് എൻ്റെ റൂമിൽ ആരെയൊക്കെയോ ഞാൻ തട്ടി. എൻ്റെ റൂമിൽ ആരെയൊക്കെയോ ഞാൻ തട്ടിയപ്പോ ആരാണ് ഇത്, എന്താണ് എന്ന് പേടിച്ച് ഞാൻ ലൈറ്റ് ഇട്ടപ്പോ പുറത്തെ മഴയല്ല, എൻ്റെ ദേഹത്ത് വന്ന് വീണത് എൻ്റെ അപ്പൻ തലകലും എൻ്റെ അമ്മ കാൽക്കലും ഇരുന്നുകൊണ്ട് കരയുന്ന അവരുടെ കണ്ണുനീരാണ് എൻ്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ആ കണ്ണുനീരിന്റെ മറുപടിയാ വടിവാള് താത്തുവെപ്പിച്ചിട്ട് അതിനേക്കാൾ മൂർച്ചയേറിയ ഒരു പുസ്തകവുമായി ഞാൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുകയാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ ഒരു ചുവട് മുമ്പോട്ട് കയറി നിന്നുകൊണ്ട് തല ഉയർത്തി പറയാൻ കഴിയും, നീ ഭാരപ്പെടുന്ന വിഷയം എത്ര ഭയാനകരമാണെങ്കിലും എത്ര അസാധ്യമായ വിഷയമാണെങ്കിലും മടങ്ങുന്ന ഒരു മുഴങ്കാലും കരയുവാൻ ഒരു കണ്ണും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല, അവിടെ തീരാത്ത പ്രതികൂലങ്ങളില്ല. അങ്ങനെ എൻ്റെ മാതാപിതാക്കള് കരയുന്നത് കണ്ട് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. പുറത്തു പെയ്യുന്ന മഴയല്ല എൻ്റെ ദേഹത്തേക്ക് വന്നു ഭവിക്കുവാനിടയായി തീർന്നത്. ചാടി എഴുന്നേറ്റിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനി മേലാൽ എൻ്റെ റൂമിന്റെ അകത്ത് കയറി വന്ന് എനിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവരെ ഭീഷണിപ്പെടുത്താനേ എനിക്ക് കഴിയത്തുള്ളൂ, മറ്റൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം എൻ്റെ അന്നത്തെ ആ റൂമ് കർട്ടനിട്ടിരിക്കുക. ഇന്നത്തെ പോലെ ലോക്ക് സിസ്റ്റം ഒന്നും അന്നില്ലാതിരുന്നത് കൊണ്ട് ഞാൻ അവരെ ഒരുപാട് എന്തു ചെയ്തു, ഭീഷണിപ്പെടുത്തി, ഇനി മേലാൽ ഇങ്ങോട്ട് കയറി വരരുത്. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? പിന്നത്തേതിൽ ഞാൻ അറിയുവാനിടയായി, പകലിരുന്ന് ഇവര് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നു രാത്രിയിൽ ഞങ്ങൾ കയറി ചെന്ന് അവന്റെ മുമ്പിൽ അവന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവനെ എഴുന്നേൽക്കുവാൻ ഇടയാകരുത് എന്ന് എനിക്ക് വേണ്ടി മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന് കരയുവാൻ തുടങ്ങും.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നീണ്ട വർഷങ്ങൾ മാതാപിതാക്കൾ ഉറക്കളച്ചതിന്റെ മറുപടിയാണ് ഇന്ന് ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു പദപ്രയോഗം, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ സന്തോഷത്തോടെ പറയാം, വില കൊടുത്താൽ വില നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ നിരന്തരമായി കരഞ്ഞതിന്റെ അനന്തര മറുപടിയായി ഞാൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതാനുഭവം പിന്നെയും തുടർന്ന് പറഞ്ഞു പോകുകയാണ്. അങ്ങനെ അവർ പ്രാർത്ഥന ആരംഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് ഞങ്ങൾ കൂട്ടുകാര് ചേർന്ന് പരസ്യമായി ഇരുന്നുകൊണ്ട് അന്നത്തെ കാലത്ത് മദ്യപിക്കുമായിരുന്നു. ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ, ഇത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഞങ്ങളെ ശ്വാസിക്കാനും ഒക്കെ പേടിയാ. അപ്പോ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്ക വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ദൂരത്ത് അങ്ങോട്ട് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ഒരു സ്ത്രീ ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്, അവിടെ നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ആരാണെങ്കിലും കൊള്ളാം, നീ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. കാരണം ഒരുപക്ഷെ പോലീസിന് നമ്മളെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ, എന്റെ കൂട്ടുകാരനെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. എന്റെ കൂട്ടുകാരൻ ഓടിപ്പോയിട്ട് അവിടുന്ന് തിരിഞ്ഞ് മടങ്ങി ഓടി എന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അളിയാ, ഞാൻ ചോദിച്ചു, എന്തിയേ ആ സ്ത്രീ, എന്തിയേ, ആരാണവൾ? ഈ സഹോദരനോട് പറഞ്ഞു, അളിയ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ചോദിച്ചു, ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല, ആരാണ് അവള് പറയണം. അപ്പൊ അവൻ പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, നീ പറ, ആളാരാണെന്ന് പറ. അപ്പൊ പറഞ്ഞു, നിന്റെ മമ്മിയാണ് അവിടെ ഇരിക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എടാ, എന്റെ മമ്മി എന്തിനാ ആ മരത്തിന്റെ ചുവട്ടിൽ കാട്ടിൽ വന്ന് ഒളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവൻ കുറച്ച് ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ എന്ന് പറഞ്ഞപ്പോ ഞാന് വീട്ടിലേക്ക് ഓടിയിട്ട് അന്ന് രാത്രിയിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. എന്നാൽ ഇന്ന് ഞാന് ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ആത്മാവിൽ സന്തോഷത്തോടെ പറയാം, തെരുവിൽ നിന്നുകൊണ്ട്, കാട്ടിന്റെ അകത്തിരുന്നു കൊണ്ട്, ആരും കാണാതെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ അനന്തര മറുപടിയായി ഞാൻ ഇന്ന് യേശുവിന് വേണ്ടി നിൽക്കുകയാണ്. വടിവാട് മാറ്റി വെപ്പിച്ച് യേശുവിന്റെ സ്നേഹമെന്തെന്നറിയുവാൻ എന്നെ പ്രാപ്തനാക്കിയത് പുൽപ്പൊറ്റിലിരുന്നു കൊണ്ടല്ല, പുൽപ്പായിലിരുന്നു കൊണ്ടല്ല, ആരും കാണാത്ത കുറ്റിക്കാടിനകത്തിരുന്നു കൊണ്ട്, മദ്യപിച്ച് തലമുറയിട്ടുകൊണ്ട് വഴിപിഴച്ച ജീവിതം നയിക്കുന്ന തലമുറയുടെ വിടുതലിനു വേണ്ടി കരഞ്ഞ ഒരു മാതാപിതാക്കളുടെ മറുപടിയാണ് ഇന്ന് ഈ സമയം എന്നെ അരോമ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാൻ കഴിയും. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവനാൽ കഴിയാത്തതൊന്നുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, കാലങ്ങൾ കുറിച്ച് മുമ്പോട്ട് പോയി. ഞാൻ അങ്ങനെ തന്നെ കോട്ടയത്ത് ജീവിതം നയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രസകരമായ ഒരു അനുഭവം പറയാം. എന്റെ നാട്ടിൽ വീടിനടുത്തുള്ള വീട്ടുകാരൊക്കെ രാവിലെ ഞാനുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കതക് തുറക്കുള്ളൂ. എന്താ കാര്യം എന്നറിയോ? ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവനെ കണി കാണാൻ പോലും കൊള്ളത്തില്ല. ഹല്ലേലൂയ, ഇവനെ കണി കാണാൻ പോലും കൊള്ളത്തില്ല. 1-ാം തീയതി എങ്ങാനും ആണെങ്കിൽ പിന്നെ പറയണ്ട, ആണ്ടുപുറപ്പാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ദേശത്തുണ്ടോന്ന് നോക്കിയിട്ട് മാത്രമേ അവര് കതക് തുറക്കത്തുള്ളൂ. കാരണം എന്നെ കണ്ട് ജീവിതം ആരംഭിച്ചാൽ അന്നത്തെ വർഷം, അന്നത്തെ മാസം, അന്നത്തെ ദിവസം പോക്കാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതം നയിച്ചിരുന്ന കാലഘട്ടം എൻ്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. വെച്ച കഞ്ഞി വീടിന്റെ അകത്ത് സമാധാനത്തോടെ കുടിക്കുവാൻ കഴിയാത്ത ഒരു മൃഗതുല്യനായ ജീവിതം നയിച്ചിരുന്ന ഒരു കാലഘട്ടം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന കാരണം എന്ന് പറയുന്നത് ഉപദേശമായിരുന്നു. എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമില്ല.
പക്ഷേ എനിക്ക് എന്ത് ഇഷ്ടമല്ലായിരുന്നു അത് ഇന്ന് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ഞാൻ ഇന്നൊരു ഉപദേശിയാണ്. ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്റെ ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ വന്ന് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, എവിടേക്കെങ്കിലും ഒന്ന് പോകാമോ, ഞങ്ങൾക്ക് കുറച്ചു നാളെങ്കിലും കർത്താവിന്റെ വേല ചെയ്ത് നിത്യത പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവരുടെ സമ്മർദ്ദവും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെയും മാനിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ എവിടേക്കെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോ നാട്ടിൽ കുറെ കേസുകളും പഴക്കളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ ബോംബെക്ക് വണ്ടി കയറി. അവിടെയും ഈ അധ്വാനിച്ച് ജീവിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ട് അവിടെയും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, തെരുവിലൂടെ നടന്നുകൊണ്ട് ഇങ്ങനെ പ്രാകൃത മനുഷ്യനായി എല്ലാവരും വെറുക്കപ്പെട്ടവനായി ഞാൻ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആരും എന്നെ അറിയരുത്, ഞാൻ എവിടെയാണെന്ന് അറിയരുത്, എന്റെ തൊഴിൽ എന്താണെന്ന് അറിയരുത്. അങ്ങനെ ബോംബെയുടെ തെരുവിൽ ജീവിതം ആരംഭിച്ച് ഞാൻ എൻ്റെ ഒരു കറുത്ത അധ്യായം അല്ലെങ്കിൽ ഒരു കറുത്ത അടഞ്ഞ ഒരു ജീവിതത്തിലൂടെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ഞാൻ ഓർക്കുന്നു, കല്യാൺ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത്, കല്യാൺ സ്റ്റേഷനിലെ ഞാൻ സ്റ്റേഷന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മലയാളി യുവാവ് എന്റെ അടുക്കൽ വന്ന് എന്നെ പരിചയപ്പെട്ടു. ആ സ്നേഹിതൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ ഒരു മലയാളിയാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞു. അപ്പോ എന്നോട് ചോദിച്ചു, എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന ഭാഗത്താ ഞാൻ താമസിക്കുന്നത്. അപ്പോ ഈ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അവിടെയെല്ലാം മറാഠികളാണല്ലോ, ഹിന്ദിക്കാരാണല്ലോ താമസിക്കുന്നത്, അവിടെ മലയാളികൾ ആരും ഇല്ലല്ലോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ താമസിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും പറഞ്ഞു, ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുക. ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, എന്റെ കൂടെ വന്ന് നിനക്ക് താമസിക്കാവൂന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവനെ കണ്ട് ഉള്ളുകൊണ്ട് ചിരിക്കുക. കാരണം ഇവൻ ഇത്ര മണ്ടനാണോ? കാരണം ഞാൻ ആരാണെന്നറിഞ്ഞ ഒരു മനുഷ്യൻ എന്നോട് മിണ്ടത്തില്ല. പക്ഷെ എന്നെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പോലും ഇവൻ താല്പര്യനായി നിൽക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. എനിക്ക് മനസ്സിലായി, ഇവനൊരു മന്ദബുദ്ധിയായിരിക്കും, ഇവന് ബുദ്ധിയില്ലാത്തവനാ. അല്ലെങ്കിൽ എന്റെ ഇപ്പത്തെ ഷൈപ്പൊന്നും അല്ല കേട്ടോ, ഒരു പ്രാകൃതനായ മുടി വളർത്തി അല്ലെങ്കിൽ മറ്റൊരു ആരും കണ്ട പേടിച്ചു പോകുന്ന അല്ലെങ്കിൽ ഭയാനകരമായ ഒരു ജീവിത രൂപമായി നിൽക്കുന്ന എന്നോട് പറയുക, ഞാൻ ഒറ്റയ്ക്കുള്ളു, എന്റെ കൂടെ വന്ന് താമസിക്കാൻ. ഞാന് ഇത് കേട്ട് അത്ഭുതപ്പെട്ട് ഇവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയാ, സ്നേഹിത പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കുള്ളു, എന്റെ കൂടെ വന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, എന്റെ റൂമിൽ ചെന്ന് ഒരു ചെറിയ ബാഗ് മാത്രമുണ്ട്. ഞാന് ഇത് കൗതുകത്തോടു കൂടെ സ്വപ്നം കാണുന്നത് പോലെ ഞാൻ ഇത് കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുകയാണ്. ഞാന് ഈ ബാഗ് എടുത്തുകൊണ്ട് നേരെ ഇവന്റെ റൂമിൽ ചെന്ന് താമസം ആരംഭിച്ചു. ഇവന്റെ റൂമിൽ, ഈ സഹോദരന്റെ റൂമിൽ ചെന്ന് താമസം ആരംഭിച്ചപ്പോ കുറച്ചു ദിവസങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ പോയി. ആ ചെറുപ്പക്കാരൻ എന്നും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. ഞാൻ എന്റേതായ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നുമില്ല. അങ്ങനെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം രാത്രിയിൽ ഞാന് അറിയാതെ എഴുന്നേറ്റു. വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റപ്പോ ഞാൻ കണ്ട കാഴ്ച ഭയാനകരമായി, എന്നെ ഒത്തിരി അസഹ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. എന്താ കാഴ്ച എന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ കാഴ്ച, ഈ ചെറുപ്പക്കാരൻ ഇരുട്ടത്ത് മുഴങ്കാൽ മടക്കിയിരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, നീ ഒരു പെന്തക്കോസുകാരനാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ എന്റെ മുമ്പിൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹിത, എന്താ എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിനക്ക് അസഹ്യമായോ? ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ശല്യപ്പെടുത്തിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ പഴമക്കാര് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പടമേളിച്ച് പന്തളത്തി എന്നാൽ പന്തം കൊളുത്തിപ്പട എന്ന് പറയുന്നത് പോലെ ഞാന് ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നവരെയും അടുത്തിട്ടാണ് ഞാന് ബോംബെക്ക് വണ്ടി കയറിയത്. അപ്പോ ഇവൻ പ്രാർത്ഥിക്കുന്നവനാന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു, എനിക്ക് നിന്റെ കൂടെ താമസിക്കുവാൻ താല്പര്യമില്ല. അവൻ എന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത, ഒരിക്കലും അരുത്, എന്റെ ഒരു പ്രാർത്ഥനയുടെ വാക്കുപോലും നീ കേൾക്കില്ല, ഞാൻ നിന്നെ അസഹ്യപ്പെടുത്തിയിട്ടില്ല, ഞാൻ ലൈറ്റ് ഇടുകയില്ല, നീ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ നിർബന്ധിച്ചു. ഞാൻ അവന്റെ കൂടെ താമസം ആരംഭിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോ ഇവൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു,
സഹോദര, എന്റെ ചർച്ചിലെ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. ഒരു വട്ടം ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞത്. ഈ പെന്തക്കോസ്തുകാരുടെ പരിപാടിയൊക്കെ ഇതാണ്. എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ അപ്പനും ഉപദേശിയാണ്. പക്ഷേ എനിക്ക് പള്ളിയിൽ പോകുന്നോ, ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എൻ്റെ ലൈഫ് വേറെയാണ്, എൻ്റെ സ്വപ്നം വേറെയാണ്, എൻ്റെ റൂട്ട് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ 21 ദിവസത്തെ പ്രാർത്ഥനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൂടി അവൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾ സഹോദര, ഒരു വട്ടം എൻ്റെ കൂടെ വരാമോ? അപ്പൊ ഞാൻ അവനോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ ചോദിച്ച പൈസ ഞാൻ അതിനപ്പുറം തരാം, നീ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഈ പൈസ മോഹിച്ചുകൊണ്ട് ഞാൻ ഇവന്റെ കൂടെ മീറ്റിങ്ങിന് പോയി കേട്ടോ. ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് ഏറ്റവും പുറകില് ഇങ്ങനെ എന്നോട് പറഞ്ഞു, അന്ന് രാവിലെ മദ്യപിക്കരുത്, ഉച്ചകഴിഞ്ഞ് നീ മദ്യപിച്ചു, നീ എന്നും മദ്യമില്ലാതെ നിനക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അന്ന് രാവിലെ മദ്യപിക്കുവാൻ പാടില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. അങ്ങനെ ഞാൻ രാവിലെ മദ്യപിച്ചില്ല. ഞാൻ ആ ചർച്ചിന്റെ ഏറ്റവും ബാക്ക് സൈഡില് ഇങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് അന്ന് എല്ലാവരും മുഴങ്കാൽ ഇരുന്നു കൊണ്ട് താഴെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബാച്ചിലേഴ്സായി ഒരുപാട് ചെറുപ്പക്കാർ അവിടെ മുഴങ്കാൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുമ്പോൾ അവരെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഒരു പാസ്റ്റർ എൻ്റെ തലയിൽ വന്ന് തൊട്ടു. തലയിൽ വന്ന് തൊട്ടിട്ട് ഞാൻ ഓർത്ത് എന്നോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ തുടങ്ങുമായിരിക്കും. അല്ല, അദ്ദേഹം എന്നോട് പ്രവചിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് ദൂത് പറയാൻ തുടങ്ങി. എന്നോട് പ്രവചിച്ച് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോ ഇന്നലകളിൽ ആരോ ക്യാമറയിൽ പകർത്തിയതുപോലെ എന്നോട് പറയുന്നത് പോലെ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് ഒന്ന് എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്, പക്ഷേ ഓടാൻ കഴിയുന്നില്ല. പറയുന്നത് സത്യമാണല്ലോ, അപ്പൊ ഓടാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹം ഏറ്റവും അവസാനം ഒരു ദൂത് പറഞ്ഞു. എന്നെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം എന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഒരു ദൂത് അല്ലെങ്കിൽ ഒരു പ്രവചനം പറഞ്ഞു. ആ പ്രവചനം കേട്ടപ്പോ എനിക്ക് അന്നത്തെ ചിന്താഗതിയാണ് കേട്ടോ. അന്നത്തെ ചിന്താഗതിയിൽ എനിക്ക് മനസ്സിലായി, ഈ പ്രവാചകൻ കള്ളനാ, പ്രവാചകൻ പറഞ്ഞത് മൊത്തം തെറ്റാണ്. ഈ പറഞ്ഞ ദൂത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഈ പ്രവാചകൻ പറയുന്നത് തെറ്റാണെന്ന്. ആ ദൂത് എന്താന്ന് കേൾക്കണ്ടേ? ആ പ്രവചനം ഇങ്ങനെയായിരുന്നു, എൻ്റെ മകനെ, നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ കൈക്ക് ആദ്യം ഒന്ന് തട്ടി. ആ കൈക്ക് ആദ്യം ഒന്ന് തട്ടി ഞാൻ ചാടി എഴുന്നേറ്റു. എന്തിനാണെന്നറിയോ? ഇദ്ദേഹത്തെ മർദ്ദിക്കുവാൻ വേണ്ടി. കാരണം ഇദ്ദേഹം പോഷ്കാണ് പറയുന്നത്. ഒരിക്കലും നടക്കത്തില്ല. ഞാനൊരു ഉപദേശിയായി തീരുമെന്ന് എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ അടിക്കാൻ തുടങ്ങുമ്പോ എൻ്റെ കൈ മരവിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലായി. എൻ്റെ കൈ മരവിക്കുന്നത് പോലെ മനസ്സിലായി. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോ ആ മനുഷ്യൻ എൻ്റെ തോളത്ത് തട്ടിയിട്ട് എന്നെ നോക്കി ഒരു പ്രവചനം കൂടെ പറഞ്ഞു. കാനഡയിൽ പോകുമെന്നോ അമേരിക്കയിൽ ജീവിക്കുന്നൊന്നും അല്ല കേട്ടോ, നീ വലിയ മനുഷ്യനാകുമെന്നോ കോടികൾ ഉണ്ടാക്കുമെന്നൊന്നുമല്ല. എന്നെ നോക്കി പറഞ്ഞ രണ്ടാമത്തെ പ്രവചനം, ദൈവത്തെ മറക്കുന്നവനെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല എന്ന് എന്നെ നോക്കി പറഞ്ഞ പ്രവചനം കേട്ട് ഇന്ന് ഞാൻ ഈ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് ഒന്നും അന്നുണ്ടായില്ല. ഞാന് ചാടി ഇറങ്ങി ഓടുക. ഓടി അടുത്ത് കണ്ട ബാറിൽ നിന്ന് 2 എണ്ണം വീശി. എന്തിനാണെന്നറിയോ? എന്നെ കൊണ്ടുപോയി നാണം കെടുത്തിയവനായിട്ട് 2 എണ്ണം ആദ്യം കൊടുക്കണം. അങ്ങനെ ഞാൻ 2 എണ്ണം അടിച്ചിട്ട് ഞാൻ റൂമിൽ ചെന്നിരിക്കുമ്പോ ഈ സ്നേഹിതൻ വരികയാ, എന്റെ കൂടെ താമസിക്കുന്ന ഈ ചെറുപ്പക്കാരൻ വരികയാ. ഈ ചെറുപ്പക്കാരൻ വന്നപ്പോ ഞാൻ അവന്റെ കഴുത്തിന് ഇറുക്കി പിടിച്ചു, ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് എന്റെ വലത് കൈ കൊണ്ട് അവന്റെ ഉദരത്തിനിട്ട് വയറിനിട്ട് ഇടിക്കാൻ തുടങ്ങുമ്പോ ഈ സ്നേഹിതൻ ഇടറിയ ശബ്ദത്തോടെ തൊണ്ടയ്ക്ക് അമക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇടറിയ ശബ്ദത്തോടെ എന്നോട് പറയുകയാണ്, സ്നേഹിത, എത്ര വേണേലും നീ എന്നെ ഇടിച്ചോ, പക്ഷേ ഒരു ചോദ്യത്തിന് മറുപടി തരണം. എന്തിനാ നീ ഇടിക്കുന്നത് ചോദിച്ചു. നീ എന്തിനാ എന്നെ മർദ്ദിക്കുന്നത്? നീ കാര്യം പറഞ്ഞിട്ട് എന്നെ എത്ര വേണേലും ഇടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സ്നേഹിതൻ എന്നെ പോലെ ആരോഗ്യമുണ്ട്, അവൻ എന്നെ പോലെ വേദനയുണ്ട്.
ആ സഹോദരൻ എന്നെ ഒന്ന് തള്ളിയിരുന്നുവെങ്കിൽ ഞാൻ യേശുവിനെ അറിയത്തില്ല. എന്നെ ഒന്ന് ഉന്തിയിരുന്നുവെങ്കിൽ, തിരിച്ചൊരു കൈകൾ കൊണ്ട് എന്നെ അടിച്ചിരുന്നുവെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല നമുക്ക് മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് കഴിയും. നമ്മുടെ സ്വഭാവം ഒരു സാക്ഷ്യമായി തീർന്നാൽ, നമ്മുടെ വാക്കുകൾ ആ യേശുവിന്റെ സാക്ഷ്യമായി തീർന്നാൽ, നമ്മുടെ പ്രവൃത്തിയും യേശുവിന്റെ സാക്ഷിയായി തീർന്നാൽ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിനക്കറിയില്ലേ? നിന്നെ എന്തിനാ മറുതിരിക്കുന്ന അറിയത്തില്ല എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, നീ വിശ്വസിക്കുന്നോടാ ഞാനൊരു ഉപദേശിയായി തീരുമെന്ന്? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ മറുപടി കേൾക്കണോ? ദൈവം പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ സംഭവിക്കുമെന്ന്, കർത്താവ് പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ സംഭവിക്കും, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് അവനെ അടിക്കാൻ തോന്നിയില്ല. കാരണം ഞാൻ വിചാരിച്ചത്, ഞാൻ കയറി പിടിക്കുമ്പോൾ ഇവൻ എന്നെയും കയറി പിടിക്കും, അപ്പോൾ പിന്നെ വഴക്കുണ്ടാക്കാം, അവനെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ സ്നേഹിതന്റെ ശാന്തമായ മറുപടി അവനെ മർദ്ദിക്കുവാൻ എന്നെ പ്രേരിതമാക്കിയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞ് എന്റെ ജീവിതത്തിലെ ദൈവം എന്നെ സ്പർശിച്ച വിഷയത്തിലേക്ക് ഞാൻ ടേൺ ചെയ്യുകയാ. ശ്രദ്ധയോടെ കേൾക്കുക പ്രിയമുള്ളവരെ. ഞാൻ അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ നാട്ടിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നാട്ടിൽ വരേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് എന്റെ കൂട്ടുകാരനുമായി മദ്യപിച്ച് വഴിക്ക് വീതി പോരാതെ ഈ മതം പൊട്ടി ആനയെ പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരുട്ടത്ത് നടക്കുമ്പോ എന്റെ കൂട്ടുകാരന്റെ വീട് വന്നപ്പോ അവൻ പറഞ്ഞു, അളിയ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവന്റെ വഴിക്ക് കയറിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോ എന്റെ ചുറ്റും 4 പേര് വന്ന് കൂടിയിട്ട് മിന്നുന്ന വടിവാളെടുത്ത് എന്റെ പിടലിക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്നെ വകവരുത്തുവാൻ പോകുകയാണ്. ഞാൻ നോക്കിയപ്പോ ഇന്ന് പാസ്റ്റർമാരെയൊക്കെ നമുക്ക് പരിചയമല്ലേ, നമ്മുടെ പ്രൊഫഷണലിലുള്ളവരെ. ഞാൻ നോക്കിയപ്പോ അന്നത്തെ ഈ പ്രൊഫഷണലിൽ കൂലിത്തല്ലുകാരനായിരിക്കുന്ന ഞാൻ നോക്കുമ്പോ ഇവര് കോട്ടയംകാരൊന്നുമല്ല. എന്നെ വകവരുത്തുവാൻ വേണ്ടി പ്രത്യേകം കൊട്ടേഷൻ കൊടുത്ത് പ്രത്യേകം പ്ലാൻ ചെയ്ത് വെച്ചതാ. ഈ മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാന് ഇങ്ങനെ ഈ ഈ പ്രവചനം എനിക്ക് ഓർമ്മ വന്നു. ദൈവത്തെ മറക്കുന്നവനെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. ഈ ആശയത്തിൽ നിന്നുകൊണ്ട്, ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, കർത്താവ് പറഞ്ഞത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അതിന്റെ സമയത്ത് തന്നെ വെളിപ്പെടുമെന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. എന്നെ നോക്കി പറഞ്ഞ പ്രവചനം നിന്നെ കീറിക്കളയുന്ന, വടിവാള് വെച്ചിട്ട് മരണത്തെ എന്റെ ജീവിതത്തിന്റെ മുഖാമുഖം ഞാൻ കണ്ടു നിൽക്കുകയാണ്. അപ്പോ ഈ മരണത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കാമെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കാമെന്ന് എന്റെ മനസ്സുകൊണ്ട് തമ്പുരാനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ, പ്രിയപ്പെട്ടവരെ, കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനിത് പറഞ്ഞത് ദൈവത്തിന് എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഈ മരണത്തിൽ നിന്നൊന്നും മറികടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ മരണത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് വിടുവിക്കാമെങ്കിൽ, രക്ഷിക്കാമെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ എന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞപ്പോ തമ്പുരാനെ തൊട്ടു. എങ്ങനെയാ തൊട്ടെന്ന് മനസ്സിലായോ? ഷോക്ക് അടിച്ചാൽ എങ്ങനെയാ നമുക്കുണ്ടാകുന്നത്? കറണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഉതറുമല്ലോ, അല്ലെങ്കിൽ ഉതറിക്കുമല്ലോ, നമ്മളൊന്ന് കുടയുമല്ലോ. ഞാൻ അങ്ങനെ ഒന്ന് കുടഞ്ഞു. എന്റെ ശരീരത്തിലേക്ക് ഒരു ശക്തി ഇറങ്ങി. ഈ പുറകിൽ നിന്ന് എന്നെ വെട്ടാൻ വന്ന മനുഷ്യൻ വിചാരിച്ചു ഇവൻ അഭ്യാസത്തിന് ചുവട് വെക്കുകയാണെന്ന് വിചാരിച്ച് വടിവാളിന്റെ പാത്തി കൊണ്ട് എന്റെ പുറകിലൊന്ന് ഇടിച്ചു. വടിവാളിന്റെ പാത്തി കൊണ്ട് എന്റെ പുറകിലൊന്ന് ഇടിച്ചു. ഞാന് ഈ ഇടിയുടെ അഘാതത്തിൽ റോഡിലേക്ക് മറിഞ്ഞു വീണപ്പോ എന്നെ വലിച്ചു പൊക്കി വെട്ടാൻ തുടങ്ങുമ്പോ ദൂരത്തുനിന്നൊരു വണ്ടി ചീറിപ്പാഞ്ഞ് വരികയാണ്. ദൂരത്തുനിന്നൊരു വണ്ടി ചീറിപ്പാഞ്ഞ് വന്നപ്പോ ഇവര് പരസ്പരം പറഞ്ഞു, പോലീസ് വണ്ടി ആയിരിക്കും കേട്ടോ, പോലീസ് വണ്ടിയായിരിക്കും. കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർ അവിടെയും ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ പോലീസുകാരിങ്ങനെ അതിലെ കൂടെ ഇറങ്ങാറുണ്ട് രാത്രി കാലങ്ങളില്. അപ്പോ ഞാന് ഇങ്ങനെ റോഡിൽ കിടക്കുക. അപ്പൊ ഇവര് പറഞ്ഞു, ഈ പോലീസ് വണ്ടി ആയിരിക്കാം, ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി പോയതിനു ശേഷം
ഇവനെ വകവരുത്താമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ പൊക്കിയിട്ട് റോഡിന്റെ ഇടത് ഭാഗത്ത് ഒരു താഴ്ന്ന പ്രദേശമാണ്, അവിടേക്ക് എന്നെ വലിച്ചിടുവാനിടയായി. ഞാൻ അവിടേക്ക് മറിഞ്ഞു വീണ് ഞാൻ അവിടെ കിടക്കുകയാണ്. ഈ വണ്ടി ഇരുട്ടത്തു വേഗത്തിൽ വന്ന് അവിടെ വന്നു നിന്നു. ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങുക. പ്രിയമുള്ളവരെ, പോലീസ് ജീപ്പ് അല്ല, ഒരു ടൂ വീലറില് ഒരു പൊക്കമുള്ള മനുഷ്യൻ അവിടെ വന്നിട്ട് ആ കുഴിക്കകത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ ശരീരത്തിൽ തൊടുവാനിടയായി. ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഈ മനുഷ്യൻ ഞാൻ അവിടെ കിടപ്പുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തോ ആരോ വന്നു എന്നെ തൊട്ടു. ഞാൻ അതുവരെ കുടിച്ചതും വലിച്ചതും എന്റെ കെട്ട് പൊട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചതും വലിച്ചതും ഒക്കെ ലഹരി എന്റെ ശിരസിൽ നിന്ന് മാറി ഒരു പഞ്ഞിക്കെട്ട് പൊങ്ങി വരുന്നത് പോലെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നു. ഈ മനുഷ്യൻ എന്നെ എടുത്ത് വേഗത്തിൽ ടൂ വീലറിൽ ഇരുത്തി. ടൂ വീലർ പായുകയാ. എവിടേക്കാ പായുന്നേ? എന്റെ വീട്ടിലേക്കാ. ഞാൻ വഴിയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ മനുഷ്യൻ എന്നോടൊന്നും മിണ്ടുന്നില്ല. സ്പീഡിൽ പാഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. മുറ്റത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോ എനിക്ക് കുറച്ച്, എന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ ബലമായി. ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ഈ മനുഷ്യനെ നോക്കി ഒരു നന്ദി പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെ ഒരു വ്യക്തി എന്റെ മുറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി മുറ്റത്തില്ല. ഞാൻ അകത്തേക്ക് ഓടി. പെട്ടെന്ന് ഞാൻ നോക്കി, ബൈക്ക് എന്തിയെ? ബൈക്കും ഇല്ല. അപ്പൊ എന്റെ വിചാരം ഏതെങ്കിലും ചെറുപ്രായത്തിൽ കണ്ട പ്രേത ഭൂത പിശാചികളായിരിക്കാം. കാരണം ദൈവം തമ്പുരാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഇറങ്ങി വരത്തില്ല. ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. കാരണം എല്ലാവരാലും വെറുക്കപ്പെട്ട് ജീവിതം നയിക്കുന്ന എനിക്ക് വേണ്ടി ദൈവം വരുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അകത്തേക്ക് ഓടിയിട്ട് ഞാൻ പുറത്ത് വലിയൊരു ബൾബ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തു. പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴും അങ്ങനെ ഒരു മനുഷ്യനില്ല. സത്യം പറഞ്ഞ അന്നാണ് ജീവിതത്തിൽ പേടി എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പേടിച്ചു, വിറയ്ക്കാൻ തുടങ്ങി. എന്നെ നമ്മുടെ നാട്ടിൽ പറയില്ല, ഈയല് വിറയ്ക്കുന്നത് പോലെ ഞാൻ വിറയ്ക്കുക. അങ്ങനെ വിറച്ച് എന്റെ റൂമിൽ ചെന്ന് ഞാന് കിടക്കാൻ ശ്രമിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റു. വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. വെള്ളം താപ്പോട്ട് ഇറങ്ങുന്നില്ല. കാരണം എന്റെ ശരീരമെല്ലാം ചൂടായി. ഞാൻ വിയർക്കാൻ തുടങ്ങി. പമ്പരം കറങ്ങുന്നത് പോലെ എന്റെ റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് ആരും ഈ കഥകളൊന്നും അറിയുന്നില്ല. ആരും ഈ സംഗതി ഒന്നും അറിയുന്നില്ല. കാരണം വീട്ടുകാര് ഭക്ഷണം വിളമ്പി ടേബിളിൽ വെച്ചേക്കും. ഞാൻ വേണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അവരെടുത്ത് കളയും. അങ്ങനെയായിരുന്നു സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ റൂമിന്റെ അകത്തൊരു പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങി വെട്ടിവേർത്ത് വെള്ളം വലിച്ചു കുടിച്ചിട്ടും പരവേശം മാറാതെ ഞാൻ നിൽക്കുമ്പോ ഒരു ശബ്ദം, ഒരു പ്രകാശത്തിൽ അകമ്പടിയോടെ എന്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എന്നോടൊരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു, മകനെ, ഞാനാണ് നിന്നെ രക്ഷിച്ച ദൈവം. നിന്നെ രക്ഷിച്ച ദൈവം ഞാനാണെന്ന് ഒരു ശബ്ദം പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? ഞാൻ ചോദിച്ചു, എന്നെ ദൈവം വിടുവിച്ചെന്നോ? ഞാൻ ആ ശബ്ദത്തോട് ഇങ്ങനെ സംസാരിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ വിടുവിച്ചത് എന്ന് ചോദിച്ചപ്പോ ഈ ശബ്ദം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഓർമ്മ വെച്ചതിന് ശേഷം അലമുറയിട്ട് കരഞ്ഞ അണപൊട്ടുന്നത് പോലെ എന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തടഞ്ഞു വെക്കുവാൻ കഴിയാത്ത നിലയിൽ ഒഴുകിയിറങ്ങി. കാരണം എന്താണെന്നറിയോ? നാട്ടുകാരും വീട്ടുകാരും കൂടപ്പിറപ്പുകളും കൂട്ടുകാരും സകലരും കൈവിട്ട്, മാതാപിതാക്കളും ഉപേക്ഷിച്ചു. അവര് 3 മക്കളെ ഉള്ളെന്ന് ഇപ്പൊ പറയാറുള്ളൂ. അങ്ങനെ ഒരു എല്ലാവരും കൈവിട്ടപ്പോ എന്നെ നോക്കി കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിൽ വിലമതിക്കുവാൻ കഴിയാത്ത ഒരു പ്രതിഭാസത്തിന്റെ പേരാ യേശുവിന്റെ സ്നേഹം. അത് അനുഭവിക്കുന്നവരെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ തമ്പുരാനെ സ്തോത്രം ചെയ്യും. കർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഈ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ കർത്താവെ എന്നെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ
കർത്താവിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാന് ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും എന്നെ കൊണ്ടുള്ള ആവശ്യം? ഞാൻ ചോദിച്ചു, കർത്താവെ, എന്താണ് എന്നെ കുറിച്ചുള്ള ആവശ്യം? എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ദൈവം എന്നോട് മൂന്നാമത് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അനേക ഇടങ്ങളിൽ എന്റെ വചനവുമായി ഞാൻ നിന്നെ അയക്കും. നീ എനിക്ക് വേണ്ടി സാക്ഷിയായി തീരും. ഞാൻ എന്റെ നാമത്തിനു വേണ്ടി ഒരു ശുശ്രൂഷകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുവാനിടയായി. ആ പ്രവചനമാ ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ തിരിച്ചു ചോദിച്ചു, കർത്താവെ, ഞാൻ എന്താണ് അതിന് ചെയ്യേണ്ടത്? ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ബലമുള്ള കരങ്ങളിൽ നീ താണിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഉപദേശിയുടെ മകനാണ്. 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതാ. പക്ഷെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഞാൻ ജീവിച്ചിരുന്നത് കൂലിത്തല്ലുകാരനാ. കുപ്പയിൽ കിടന്ന എന്നെ അന്ന് രാത്രിയിൽ എന്റെ മമ്മി അവിടെ ബെഡിൽ ഒരു ബൈബിൾ എടുത്ത് വെക്കാറുണ്ട്. എപ്പോഴെങ്കിലും മാനസാന്തരപ്പെടുന്നെങ്കിൽ എടുത്ത് വായിക്കണമെന്ന് ഓർത്തായിരിക്കാം. ഞാൻ പക്ഷെ അത് തൊടാറില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ആവേശത്തോടെ ഈ ബൈബിൾ എടുത്ത് എന്റെ മാർവിടത്തോട് ചേർത്ത് വെച്ച് ഞാൻ മുഴങ്കാലിരുന്ന് കരയാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ കരയുക. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ശരീരത്തുനിന്ന് കണ്ണുനീരും വേർപ്പും ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ഒരു സിനിമ കാണുന്നത് പോലെ, സ്ക്രീനിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഞാൻ ചെയ്തു കൂട്ടിയ പാപപ്രവർത്തികൾ, കിടന്നത്, നടന്നത്, ചെയ്തത്, പ്രവർത്തിച്ചത് ഒരു ക്യാമറയിൽ ഒരു ആരോ ഒളിഞ്ഞു നിന്ന് പകർത്തിയതുപോലെ ഞാൻ കാണുകയാ. അന്ന് രാത്രിയിൽ കർത്താവ് എന്നെ തൊട്ടു. ഞാൻ കണ്ണു തുറക്കുമ്പോ സമയം 8:45, പ്രഭാതത്തിൽ 8:45 ഞാൻ കണ്ണു തുറക്കുകയാ. കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ താഴോട്ട് മരവിച്ചു നിൽക്കുകയാ. കാരണം മുഴങ്കാലിൽ ഇരുന്നിട്ട് ഈ ഞരമ്പെല്ലാം കൂടെ വലിഞ്ഞു മുറുകിയിട്ട് അവിടെ ആ ഭാഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ഞാന് മരവിച്ചു നിൽക്കുക. പതുക്കെ പതുക്കെ ഞാൻ കാല് നിവർത്തി ഞാൻ ചാടി എഴുന്നേറ്റു. ഇനി പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. ഒരാള് വന്ന് എൻ്റെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് വിടുവിച്ചെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇനി എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതമാണ് ഏറ്റവും വലുത് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. കേട്ടു നോക്കണമേ പ്രിയമുള്ളവരെ, ഇനി പറയുന്ന കാര്യങ്ങളാ. അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റപ്പോ ഈ ശബ്ദം പ്രഭാതത്തിൽ 8:45 ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞപ്പോ ഞാൻ ഈ ബൈബിൾ എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിന്റെ അകത്താക്കി ചുരുട്ടി. എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞപ്പോ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ബൈബിള് എടുത്ത് ചുരുട്ടി. ഞാന് വാഷ്റൂമിൽ പോയി കുളിച്ച് റെഡിയായി. വീട്ടിലാരും എന്നോട് മിണ്ടാറില്ല. ഞാന് ബൈക്ക് എടുത്തു. എനിക്കൊരു RX 100 ബൈക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ശബ്ദം ഭയങ്കരമായിരുന്നു. പ്രത്യേക രീതിയിൽ പണിതിറക്കിയ ഒരു വണ്ടിയായിരുന്നു. ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ രാവിലെ പോവുക. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പലരും എന്നെ വിളിച്ചു. ഞാൻ അവരോട് ആരോടും മിണ്ടുന്നില്ല. എനിക്ക് അവരോട് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഈ 2 വീലർ എടുത്തുകൊണ്ട് കുറെ ദൂരം യാത്ര ചെയ്ത് ചെല്ലുമ്പോ ഒരു ചർച്ചില് തമ്പേറൊക്കെ അടിച്ച് ഇങ്ങനെ നല്ല ആരാധന നടക്കുക. അപ്പൊ ഞാൻ ഈ വണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് അരിക്കുന്ന ബൈബിളും പിടിച്ചുകൊണ്ട് ഞാൻ അവിടേക്ക് കയറി ചെല്ലുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക, എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം തന്റെ ഈ പറയുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാന് അവിടേക്ക് കയറി ചെന്ന് സഹോദരന്മാരിരിക്കുന്ന സ്ഥലത്ത് ഞാന് അവിടെ ഇരുന്നു. സഹോദരന്മാരിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോ സ്റ്റേജിൽ നിന്ന് നേരെ ഡയറക്റ്റ് പാസ്റ്റർ ഇങ്ങ് ഇറങ്ങി വന്ന് എന്റെ തോളത്ത് തട്ടി. അപ്പൊ ഞാനിങ്ങനെ ജാളിതയോടെ ചമ്മലോടെ ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്താ കാര്യം എന്ന് മനസ്സിലായല്ലോ. എന്നെ അറിയാവുന്ന വ്യക്തിയായിരിക്കും, ഇറങ്ങിപ്പോകാൻ പറയാനായിരിക്കും ഇദ്ദേഹം വന്നതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഒരു ജാളിതയോടെ എഴുന്നേറ്റ് ചമ്മി ഞാൻ എഴുന്നേറ്റപ്പോ ഇദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടല്ല, അവിടെ സ്റ്റേജിൽ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവിടെ ഇതെന്താ സംഭവിക്കുന്നേ? സ്റ്റേജിൽ വന്നിരിക്കാനോ? അപ്പൊ ഒരുപാട് ദൈവദാസന്മാർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ട് ഇരുത്തി. ഞാൻ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ പാട്ട് കഴിഞ്ഞ് ആരൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ശ്രദ്ധിച്ചു കേട്ടോണേ, ഈ മനുഷ്യൻ, ഈ അഭിഷക്തൻ എന്റെ കാതിൽ
ഇങ്ങനെ പറഞ്ഞു, ഇന്ന് പകലിൽ ദൈവവചനം പ്രസംഗിക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവവചനം പ്രസംഗിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിനകത്തിരിക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങുക. അപ്പോ എനിക്ക് തോന്നി, ഇന്നലെ രാത്രി വരെ എന്നോട് സംസാരിച്ചത് ശരിയാണോ, അതോ ഞാൻ വല്ല സ്വപ്നവും കണ്ടതാണോ? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതെന്തോന്നോ എനിക്കറിയത്തില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. എന്തായാലും എന്നെ ഇവിടം വരെ വന്നതല്ലേ, ആ ശബ്ദം ഇപ്പൊ കേൾക്കാൻ പറ്റുമോ എന്നറിയാൻ ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, കഴിഞ്ഞ രാത്രി മുഴുവൻ എന്നോട് സംസാരിച്ച ആ ശബ്ദം ഇപ്പോൾ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ എന്റെ കാതിൽ ഇടിമുഴക്കം പോലെ ആ ശബ്ദം എന്നോട് പറഞ്ഞു, മകനെ ഭയപ്പെടണ്ട, ഇന്നു മുതൽ ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ഇന്നു മുതൽ ഞാൻ നിന്നെ എന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ നിർത്തുമെന്ന് കർത്താവിനോട് പറഞ്ഞു. പക്ഷെ ദൈവശബ്ദമൊക്കെ കേട്ടി, പക്ഷേ ഈ ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? കഴിഞ്ഞ രാത്രി കൂലിത്തല്ലുകാരൻ പിറ്റേ ദിവസം ദൈവദാസന്മാരുടെ നടുവിൽ പ്രസംഗപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുകയാ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഇത് വിശ്വാസികമാണോ? ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്നെ വിറച്ചപ്പോ ആ ശബ്ദം പിന്നെ എന്നോട് പറഞ്ഞു, മകനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ബലം എന്റെ ശരീരത്തിലേക്ക് വന്നു. അവിടെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുകയാണ്. 1.25 മണിക്കൂർ ഞാൻ അവിടെ പ്രസംഗിച്ചു. എന്റെ ആദ്യത്തെ പ്രസംഗമാണ്. കഴിഞ്ഞ രാത്രിയിൽ ഒരു കൂലിത്തല്ലുകാരനും ആഭാസനും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടവൻ പിറ്റേ ദിവസം ഈ തിരുവെഴുത്തും എടുത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞു കേട്ടോ. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോ വളരെ ഫലിതകരമായ ഒരു സംഭവം നടന്നു. ഒരു പാസ്റ്റർ എന്റെ ഇടയ്ക്ക് വന്നു പറഞ്ഞു, പാസ്റ്ററെ 27-ാം തീയതി ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആകെപ്പാടെ ഒരു വല്ലായ്മ ഉണ്ടായി. ഞാൻ പറഞ്ഞു, കലണ്ടറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു 27, 28, 29, 30 ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, 27-ാം തീയതി പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്റെ കർത്താവേ, എന്റെ ഉടയതമ്പുരാനെ, എന്റെ ദൈവത്തിനും എനിക്കും മാത്രം അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രസംഗത്തിന്റെ പീഠത്തിൽ കയറി നിൽക്കുന്നത്. എനിക്ക് ഈ പാസ്റ്റർമാരുടെ ഭാഷാശൈലി വശമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 27-ാം തീയതി പ്രോഗ്രാം ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ചർച്ചിൽ പ്രസംഗിക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ അത്ഭുതത്തോടു കൂടെ കേൾക്കുകയാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, എന്നെ ഒരു അമ്മാമ വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് ദൈവദാസനെ പാസ്റ്റർ എന്ന് വിളിച്ചു. എനിക്ക് ആന്റി മരണപ്പെട്ടു പോയെന്നാണ് എന്റെ അറിവ്. കാരണം അവരെനിക്ക് മറക്കാൻ കഴിയത്തില്ല. എന്നെ ആദ്യം പാസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു കർത്തദാസിക എന്നെ ആദ്യം പാസ്റ്റർ എന്ന് വിളിക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്റർ പേരെന്താ? അപ്പൊ പറഞ്ഞു, എന്റെ പേര്, ഞാൻ ഇങ്ങനെ തപ്പുക, കാരണം അതിനകത്ത് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. എന്നെ സ്കൂളിലും പള്ളിയിലും ഒക്കെ ഇട്ടിരുന്ന പേരാ സോളമൻ എന്നുള്ള എന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. വീട്ടിൽ വിളിച്ചിരുന്നത് ഷൈജു എന്നാണ്. എന്നാൽ ഇത് രണ്ടുമല്ല. ഈ കൂലിത്തല്ലുകാരനായി നടക്കുന്ന എനിക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു. ആ പേരിൽ ആ നാട്ടിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എല്ലാവരും അത് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു വട്ടപ്പേരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഈ സോളമൻ എന്നുള്ള ഒരു പേരാണ്. കാരണം നിയമപാലകരുടെ അടുക്കെ ചെന്ന് കഴിയുമ്പോ മറ്റെല്ലാം സഹിക്കുക, അവരുടെ ഉപദേശം മാത്രം കേൾക്കുമ്പോ ഞാൻ വീട്ടിൽ വന്ന് ഈ ദേഷ്യം എല്ലാം കൂടെ തീർക്കാറുണ്ട്. കാരണം അവര് പറയും, ശലോമോൻ എന്ന് പറയുന്ന മനുഷ്യനെ നിനക്ക് ബൈബിളിൽ അറിയാമോ? അവൻ ആരായിരുന്നു എന്ന് നിനക്കറിയാമോ? അവനെ പോലെ ഒരു ജ്ഞാനിയായ മനുഷ്യൻ, നിനക്ക് അങ്ങനെ ഒരു പേരാ കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ പ്രിയമുള്ളവരെ, ഈ ഒരു കൂലിത്തല്ലുകാരനും സോളമൻ എന്ന് പേര് വരുമോ? അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഈ SI-മാരും പോലീസുകാരും ഒക്കെ എന്നോട് ഉപദേശിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പേര്. പക്ഷെ ഇന്ന് ഞാൻ അതിനെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ആന്റിയോട് പറഞ്ഞു, എന്റെ പേര് സോളമൻ എന്നാണ്. അപ്പൊ പറഞ്ഞു, നമ്പർ തരാൻ പറഞ്ഞു. എന്റെ കയ്യിൽ അപ്പോൾ 2 മൊബൈൽ നമ്പർ ഉണ്ട്, മൊബൈലും ഉണ്ട്. പക്ഷെ ഞാൻ ഈ മൊബൈൽ നമ്പർ കൊടുക്കാതെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കാൻ എനിക്ക് എന്തോ ഞാൻ അതാ പറഞ്ഞത്. എന്തുകൊണ്ട് അത് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തില്ല, ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിട്ട്
ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ആരും അറിയുന്നില്ല ഈ സംഭവങ്ങളൊന്നും. എന്റെ റൂമിന്റെ അകത്ത് കയറിയിട്ട് ഞാൻ ഒന്നും കഴിക്കുന്നില്ല. എനിക്കൊന്ന് കഴിക്കാൻ വിശപ്പില്ല. ഞാനിങ്ങനെ അന്യഭാഷ പറയുകയാണ്, ഞാനിങ്ങനെ സ്തോത്രം ചെയ്യുകയാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 1-ാം ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം ഹാൾ റൂമിൽ ഇരിക്കുന്ന ആ ലാൻഡ് ഫോണിൽ ഒരു ബെല്ല് വന്നു. എന്റെ മമ്മി ഓടിച്ചെന്ന് എടുത്തപ്പോ ഒരു ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർ സോളമൻ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പാസ്റ്റർ സോളമൻ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ മമ്മി ആ ഫോൺ കട്ട് ചെയ്തു. റോങ് നമ്പർ, നിങ്ങൾക്ക് നമ്പർ തെറ്റിക്കാണോന്ന് പറഞ്ഞു. പിന്നെയും ഈ കോള് വന്നു. ഈ കോള് വന്നപ്പോ ഈ ആന്റി ചോദിച്ചു, ഇത് ഇന്ന നമ്പർ അല്ലേ? അപ്പൊ എന്റെ മമ്മി പറഞ്ഞു, നമ്പറൊക്കെ ശരിയാണ്, പക്ഷേ ഇങ്ങനെ ഒരു പാസ്റ്റർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഈ നമ്പർ ആയിരുന്നല്ലോ എനിക്ക് തന്നത്, എന്നാ ഒരു കാര്യം ചെയ്യും, എന്റെ ഭർത്താവ് പാസ്റ്ററാണ്, ഞാനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് എന്റെ അപ്പനെ വിളിച്ചു വരുത്തി. എന്റെ അപ്പനെ വിളിച്ചു വരുത്തിയപ്പോ എന്റെ അപ്പൻ വന്ന് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോ അകത്ത് കിടന്ന് ഞാൻ ഈ സംഭാഷണം കേട്ടു. അകത്ത് കിടന്ന് ഞാൻ ഈ സംഭാഷണം കേട്ടിട്ട് ഞാൻ ഓടി വന്ന് എനിക്കുള്ള കോൾ ആണെന്ന് പറഞ്ഞ് ഈ ഫോൺ മേടിച്ച് സംസാരിക്കുമ്പോ എന്റെ വീടിന്റെ അകത്ത് വലിയൊരു നിലവിളി ഉയരുവാനിടയായി. അപ്പനും അമ്മയും നിലവിളിക്കുന്നത് കേട്ട്, കരയുന്നത് കേട്ട് അടുത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും ഓടിക്കൂടി. മിക്കവാറും എന്റെ വീട്ടിൽ ഇങ്ങനെ ഒച്ച കേൾക്കാറുള്ളൂ. അവരെല്ലാം ഓടിക്കൂടി, എന്താ ഇനി അടുത്തത് എന്താ പ്രശ്നം എന്നറിയാൻ. അവർ ഓടിക്കൂടിയപ്പോ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരലറി വിളിച്ച് സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകൾ ഇന്നലെ എന്നതുപോലെ ഞാൻ ഓർക്കുകയാ. അവരിങ്ങനെയാണ് പറഞ്ഞത്, കർത്താവേ, ഇവന്റെ മാനസാന്തരത്തിനു വേണ്ടി, ജീവിതത്തിന്റെ ഈ വഴിപിഴച്ച സ്വഭാവത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ആരോട് പ്രാർത്ഥിച്ചുവോ ആ ദൈവത്തെ പ്രസംഗിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് നാട്ടുകാരുടെ മുമ്പാകെ എന്റെ മാതാപിതാക്കൾ പറയുകയാണ്. അവർക്കെല്ലാം ആശ്ചര്യമായി. എന്റെ മാതാപിതാക്കൾ പലയിടത്തും സാക്ഷ്യം പറഞ്ഞു. പോലീസ് കേസ്, മദ്യപാനം, മയക്കുമരുന്ന്, കൂലിത്തല്ല്, ഇതിൽ നിന്നൊക്കെ കൂട്ടുകെട്ട്, ഇതിൽ നിന്നൊക്കെ ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയായി മാറണമെന്ന് മാത്രമാണ് അവരാഗ്രഹിച്ചത്. പക്ഷെ അവരാഗ്രഹിച്ചതിനപ്പുറമായി അവരാരോട് പ്രാർത്ഥിച്ചുവോ ആ ദൈവത്തെ പ്രസംഗിക്കുവാൻ, ആ കർത്താവിന്റെ നാമം അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞാന് എന്റെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, എന്റെ മാതാപിതാക്കൾ ഏത് വിഷയത്തിൽ തലകുനിച്ചുവോ ആ വിഷയത്തിൽ ഇന്ന് അവർ അഭിമാനം കൊള്ളുകയാ, തല ഉയർത്തുകയാ. ഏത് വിഷയത്തിൽ അവർ അപമാനം സഹിച്ചുവോ ആ വിഷയത്തിൽ അവരിന്ന് അഭിമാനം കൊള്ളുകയാ. ഏത് വിഷയത്തിൽ അനേകയിടങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കിയോ ഇന്ന് ആ വിഷയമാകുന്ന ഞാൻ നിമിത്തം അനേക വേദിയിൽ അവരെ കാണുവാൻ ആഗ്രഹിച്ച ദൈവമക്കൾ അവരെ ആദരിച്ച സമയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഇറങ്ങിയാലുണ്ടല്ലോ, അവന്റെ കരം ആ വിഷയത്തിൽ ഒന്ന് ചലിച്ചാൽ നാം ചിന്തിക്കുന്നതിനും നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന തമ്പുരാന്റെ മഹത്വം കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കർത്താവിന്റെ വേലക്കാരനായി ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. ഇനിയാണ് ഭയങ്കര ഒരു ട്വിസ്റ്റ്, ഇനിയാണ് ഭയങ്കര ഒരു വഴിത്തിരിവ്. എന്താ കാര്യം എന്നറിയോ? 20-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞു. കാരണം മാതാപിതാക്കൾ വിചാരിച്ചു ഈ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറുമെന്ന് അവര് ധരിച്ചു കാണും. മനസ്സിലായില്ല? അന്ന് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച കാലഘട്ടങ്ങളില് എന്റെ നല്ല ചെറുപ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചതാ. അതിൻ്റെ അകത്ത് ഭയങ്കര രസകരമായ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കോട്ടയത്തൊരു കല്യാണം ഉറച്ചു. കോട്ടയം ജില്ലയില. ഇന്ന് ഞാൻ കല്യാണം കഴിച്ചിരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നല്ല. കോട്ടയം ജില്ലയിൽ ഒരു കല്യാണം ഉറച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആ പെൺകുട്ടി ബാംഗ്ലൂരിൽ BSc നേഴ്സായിട്ട് ജോലി ചെയ്യുക. അപ്പൊ ഞാന് എന്ത് ചെയ്തു, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അതിനെ യാത്ര അയച്ചു. ഇനി കാണുന്നത് കല്യാണത്തിനാ. എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണത്തിനാ ഇനി കാണത്തുള്ളൂ. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ട്രെയിൻ കയറ്റി വിട്ടത് എനിക്ക് ഇന്നലെ എന്നതുപോലെ ഓർക്കുക. പക്ഷേ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി.
ഈ പെൺകുട്ടി പോയി, എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഒരു കല്യാണത്തിന് ഡേറ്റ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുകയാ. അപ്പോ ഈ പെൺകുട്ടിക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അപ്പോ എന്റെ ഭാവി അമ്മായിപ്പൻ കല്യാണം വിളിക്കാൻ വേണ്ടി ഞങ്ങളുടെ അയൽവക്കത്ത് വന്നപ്പോ സാധാരണ രീതിയിൽ അവര് ചോദിച്ചു, ആരാ ഈ പയ്യൻ ഏതാന്ന് ചോദിച്ചു. അപ്പൊ പയ്യൻ ഏതാന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു പാസ്റ്ററുടെ മോനാ എന്ന് പറഞ്ഞു. ഇവര് ഭയങ്കര സന്തോഷത്തോടെയാ പറഞ്ഞത്. പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലെ, ആ അച്ചായൻ പോയ വഴിക്ക് പിന്നെ പുല്ല് കിളത്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് ഓടി. ആ പെൺകുഞ്ഞിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. കർത്താവ് ആ കൊച്ചിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോ പിന്നെ ആരോണ്ടാളെയൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ തീർപ്പാക്കുകയായിരുന്നു. അങ്ങനെ കോട്ടയം ജില്ലയിൽ ഈ പരിപാടി നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നു. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള, ഇടയാറന്മുളയിലാ പിന്നെ ചെന്ന് ഞാൻ വീണത്. അപ്പൊ അവര് കോട്ടയം എന്നൊക്കെ കേട്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി. കോട്ടയത്തേക്ക് അവരുടെ പെൺകുഞ്ഞിനെ അയക്കുക, പ്രത്യേകിച്ച് ഒരു പാസ്റ്ററുടെ മോനാ. പക്ഷെ പാസ്റ്ററുടെ മോന്റെ സ്വഭാവം എന്താന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ കല്യാണമൊക്കെ തകൃതിയായിട്ട് നടന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ ബെഡ് ഒന്ന് പൊക്കി വിരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ബെഡിന്റെ അടിയിൽ മുഴുവൻ ഈ വടിവാളും അതുപോലെയുള്ള മാരക ആയുധങ്ങൾ കിടക്കുന്നത് കണ്ടിട്ട് എന്നോട് ചോദ്യം ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായി. ചുരുക്കം പറഞ്ഞ ഈ സംഭവം നടക്കുമ്പോ എന്നെ കർത്താവ് പിടിച്ച് ഞാൻ പ്രസംഗിച്ചിട്ട് വീട്ടിൽ വരുമ്പോ എന്റെ ഭാര്യ വീട്ടിലില്ല. എന്റെ ഭാര്യയുടെ വീട്ടില. അവരുടെ വീട്ടുകാരെല്ലാം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇനി മുമ്പോട്ട് ജീവിതം വേണ്ട, നമുക്കങ്ങ് വേർപിരിഞ്ഞേക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞങ്ങള് പിറ്റേ ദിവസം തന്നെ എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുകയാ. അടുത്തൊരു വണ്ടി പിടിച്ചു. അടുത്ത ദിവസം തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്ന് ഞങ്ങൾ ഈ സന്തോഷ വാർത്ത പറയുമ്പോ എന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. എന്താ സാക്ഷ്യം എന്നറിയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നോടൊരു പ്രവചനം ഉണ്ടായിരുന്നു, തന്നെ വിവാഹം കഴിക്കുന്നവൻ ഒരു പാസ്റ്റർ ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു പ്രവാചകൻ തന്നോടൊരു ദൂത് പറഞ്ഞിരുന്നു, നിന്നെ വിവാഹം ചെയ്യുന്നവൻ ഒരു സുവിശേഷകനായിരിക്കും, നിങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുമെന്നൊക്കെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചത് ഒരു കൂലിത്തല്ലുകാരനെയാ. എങ്കിലും ദൈവത്തിന്റെ പ്രവചനത്തിന് മാറ്റമുണ്ടായില്ല, ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമുണ്ടായില്ല. കർത്താവ് പറഞ്ഞ പ്രവചനം ചില കാലങ്ങൾ കഴിഞ്ഞപ്പോ ജീവിതത്തിൽ നിറവേറുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൂലിത്തല്ലുകാരനായ കുപ്പയിൽ കിടന്ന് എന്നെ കർത്താവ് വിടുവിച്ചു മാന്യമായി നിർത്തുവാനിടയായി തീർന്നു. എന്റെ ഒരു സ്നേഹിതന് വടിവാള് കൊണ്ട് വെട്ടിയപ്പോ കൈ ഇവിടം അറുത്തു മാറി, ഈ കുഴ വിട്ടിരിക്കുകയാണ്. ഒരുവന് വയറ്റിൽ അങ്ങനെ രണ്ടുപേരെ ആത്മഹത്യ ചെയ്തു. പലരും ഗുണ്ടാക്ട് പ്രകാരം പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. ഞാൻ അവരെയൊക്കെ എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. അവരെന്നെ കാണുമ്പോൾ പറയും, നീ രക്ഷപ്പെട്ടല്ലോ. ഞാൻ പറയാറുണ്ട്, ഞാൻ മാത്രമല്ല, ഈ യേശുവിൽ വിശ്വസിച്ചാൽ എന്നേക്കാൾ അധികമായ ദൈവികമായ പ്രവൃത്തികൾ നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കൂലിത്തല്ലുകാരനായ ഇന്ന് കർത്താവിന് വേണ്ടി സാക്ഷിയായി തീർന്നിരിക്കുന്നു. കേരളത്തിൽ ഞാൻ പ്രസംഗിക്കാത്ത കവലയില്ല. നിങ്ങള് കേരളത്തിൽ ഏത് ജില്ലയാണെങ്കിലും ഏത് പഞ്ചായത്താണെങ്കിലും ആ സ്ഥലത്ത് പരസ്യമായി നിന്നുകൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. പാറശാല മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ 9 വട്ടം ഞാൻ കേരള യാത്ര നടത്തി. കേരളത്തിൽ കേരള യാത്ര എന്ന് പറഞ്ഞ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഞാനാണ്. അങ്ങനെ കേരള യാത്ര തലങ്കും വിലങ്കും നടത്തി 14 ജില്ലകളിലും മാറി മാറി പ്രസംഗിച്ചു. അതിനുശേഷം ഭാരതം മുഴുവൻ യാത്ര ചെയ്തു 2 വട്ടം. 3ാമത്തെ വട്ടം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഈ 19-ാം തീയതി കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ജമ്മു കാശ്മീർ വരെ ഭാരതം മുഴുവൻ യാത്ര ചെയ്യുകയാണ്. ഇന്ന് ഒരു കാലത്ത് ഞാൻ വടിവാള് എടുത്തു നടന്നുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ മൂർച്ചയേറിയ ഒരു വാള് എന്റെ കയ്യിൽ എന്റെ അപ്പം നൽകിയിരിക്കുന്നത് കൊണ്ട് ഇന്നും ഭയം കൂടാതെ ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിട്ട് എന്നെ ഈ കൈ ഒടിച്ചതാണ്. പല മർദ്ദനങ്ങൾ എനിക്ക് ഇതിനോടകം പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? കർത്താവിന് വേണ്ടി മരിക്കുവാൻ, രക്തസാക്ഷിയാകുവാൻ പോലും താല്പര്യപ്പെട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് നിമിത്തം, അവരുടെ കരച്ചിൽ നിമിത്തം ഒരു കുപ്പയിൽ നിന്നും
സ്വർഗീയ പദവിയിലേക്ക് ദൈവം എന്നെ അയക്കുവാനിടയായി. അനേക രാജ്യങ്ങളിൽ പോയി എൻ്റെ യേശുവിന്റെ വചനം പ്രസംഗിക്കുവാനും അനേകരെ വിദേശ രാജ്യങ്ങളിൽ പോയി സ്നാനപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കുവാനിടയായി തീർന്നു. ദൈവം ചെറിയ താലന്തുകൾ നൽകിയിട്ടുള്ള ഒരു പ്രവാചക ശുശ്രൂഷകനായി ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് കുപ്പയിൽ കിടന്ന ഒരു കൂലിത്തല്ലുകാരനെ പ്രസംഗപീഠത്തിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി. എൻ്റെ സാക്ഷ്യ വാചകങ്ങളെ ഞാൻ ഇവിടെ നിർത്തുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവാത്മാവിന്റെ ആ സാന്നിധ്യത്തിൽ ഞാൻ പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു, ഇന്നും അവൻ ജീവിക്കുന്നു. ഏതെങ്കിലും വിഷയങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ആത്മീക ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നവരാണോ നിങ്ങൾ? ആമേൻ. നിങ്ങളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടികൾ ഒരുപക്ഷെ താമസിച്ചു എന്ന് വന്നേക്കാം, ഒരുപക്ഷെ വൈകിയെന്ന് വന്നേക്കാം. പക്ഷെ അത് വരാതിരിക്കില്ല. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തക്കവണ്ണം ഇടയായിത്തീരും. നാം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വേഗത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാ. കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു കൂലിത്തല്ലുകാരനായ എന്നെ പോലും കർത്താവ് വിളിച്ച് വേർതിരിക്കുവാനിടയായി തീർന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നാം യേശുവിന് വേണ്ടി സാക്ഷിയായി തീരുക. നമ്മളെ കർത്താവ് ആരെയും ദൈവിക ഉദ്ദേശമില്ലാതെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. എന്നെ കുറിച്ചൊരു ദൈവിക ഉദ്ദേശം ഉണ്ടെങ്കിൽ താങ്കളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാനുകളിലേക്ക് സമർപ്പിക്കാം. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവിനുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ ഈ അനുഭവ സാക്ഷിയും വലിയ വിശ്വാസവും പ്രചോദനവും ആവേശവും പ്രത്യാശയും തരുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരോമ ടിവിയോടും പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകളോടുമുള്ള എന്റെ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഈ ചാനലിലൂടെ അനേകരുടെ സാക്ഷ്യങ്ങൾ പുറത്തു വരുമ്പോ ഇത് അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടെ ഗുജറാത്തിന്റെ മണ്ണിൽ കർത്താവിന്റെ വേലയോടുള്ള മഹിമയാർന്ന വേലയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി അധ്വാനിക്കുന്ന ബഹുമാന്യ ദൈവദാസനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ധാരാളമായി അന്ത്യകാല ശുശ്രൂഷകളാൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും വാക്കിൽ നിന്ന് വിടവാങ്ങുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. 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 സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്തോത്രം. ശൗലിനെ പൗലോസാക്കിയ സ്വർഗത്തിലെ ദൈവം ഇന്നും ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശൗലിനെ പൗലോസാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നെങ്കിൽ ഇന്നും അനേക കൂലിത്തല്ലുകാരെയും മദ്യപന്മാരെയും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരെയും ഇന്നും കർത്താവിൻ്റെ ആ ക്രൂശിലെ സ്നേഹത്താൽ ആ ദൈവീയ സ്നേഹം കൊണ്ട് നിറച്ച് കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി കർത്താവിൻ്റെ മക്കളാക്കി ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതി അവരെ കർത്താവ് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ആ ക്രൂശിൽ യേശുവിനോടൊപ്പം രണ്ട് കള്ളന്മാരെയാണ്, നീതിമാന്മാരെ അല്ല, രണ്ട് കള്ളന്മാരെയാണ് ക്രൂശിക്കുവാൻ ഇടയായി തീർന്നത്. നീതിമാനായ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ആ ക്രൂശിൻ്റെ ഇടവും വലവും അതിക്രമികളായ, ദുഷ്ടന്മാരായ, ക്രൂരന്മാരായ, പാപികളായ, ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് കള്ളന്മാർ. പക്ഷേ അതിൽ ഒരുവൻ തൻ്റെ ജീവിതത്തെ സ്വയം പരിശോധിച്ച് തൻ്റെ അടുക്കലിരിക്കുന്ന, തൻ്റെ ക്രൂശിൽ തന്നോടൊപ്പം ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയെ നോക്കിയിട്ട്, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ളതായ ആ വാക്ക് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. സ്തോത്രം. നീ ചെയ്ത ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ നീ ചെയ്ത കുറ്റത്തിന് നീ ശിക്ഷ അനുഭവിക്കുകയാണ് മകനെ എന്നൊന്നും പറഞ്ഞ് അവിടെ വേറൊരു നിലയിൽ അവനെ മാറ്റി നിർത്തുകയായിരുന്നില്ല. പകരം അവനെയും ചേർത്ത് നിർത്തി ആ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. ഇന്നും അതാണ് ആ ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നത്, ആ ക്രൂശിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്, ക്രൂശിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് അതാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെ,
ആമേൻ ഓർത്ത് തലങ്ങും വിലങ്ങും ആമേൻ ഇരുന്ന് കണ്ണുനീരോടെ കരഞ്ഞ മാതാപിതാക്കന്മാർ, ആമേൻ ദേശത്ത് അങ്ങോളം ഇങ്ങോളം സുവിശേഷത്തിൻ്റെ വിത്ത് വിതച്ച ആ മാതാപിതാക്കന്മാർ, അനേക പ്രിയപ്പെട്ടവരെ അനേക പാപികളെ, അനേക മദ്യപാനികളെ കർത്താവിങ്കിലേക്ക് നയിച്ചതായ മാതാപിതാക്കന്മാർ, അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവരുടെ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്, ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കുമെന്ന്, ഇങ്ങനെ ഒരു വിടുതൽ ദൈവപ്രവൃത്തി നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെങ്കിൽ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് നടക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, സ്തോത്രം, ആ മുടിയനായ പുത്രൻ ആ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട്, അല്ലെ ആ സഹോദരങ്ങൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവനായി ആ ഭവനത്തിൽ വീണ്ടും മടങ്ങി വരുവാനിടയായി തീർന്നുവോ, അതുപോലെ ഒരു മടങ്ങി വരവ്. അവനെല്ലാം നശിച്ച്, എല്ലാം കൈവിടപ്പെട്ട്, അവനുണ്ടായിരുന്നത് മുഴുവൻ അവൻ ഇല്ലായ്മ ചെയ്ത്, സ്വയം നശിച്ച്, വിരൂപനായി ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞപ്പോൾ ആ ക്രൂശിലെ സ്നേഹത്താൽ അവനെ കഴുകി ശുദ്ധീകരിച്ച് ആ ഭവനത്തിലേക്ക് മടക്കി വരുത്തിയതുപോലെ, സ്തോത്രം, കർത്താവിൻ്റെ ദാസനെയും ആമേൻ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു, ബോംബെയിലും കല്യാണിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് വിവിധ ഇടങ്ങളിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് മടക്കി വരുത്തി, ഭവനത്തിലേക്ക് മടക്കി വരുത്തി. ഭവനത്തിൽ മടക്കി വരുത്തിയപ്പോൾ ആമേൻ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞു. അതിഭീകരമായ, ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് രാത്രിയിൽ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ചിലർ വന്ന് വടിവാളുമായിട്ട് ഉപദ്രവിക്കുവാൻ വന്നു. വാസ്തവത്തിൽ അത് അങ്ങനെ 4 പേരാണോ അവിടെ വന്നത്, അതോ ദൈവം അറസ്റ്റ് ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം അറസ്റ്റ് ചെയ്തതായിരിക്കാനാണ് സാധ്യത. സ്തോത്രം. അതൊരു പക്ഷെങ്കിൽ മാനുഷികമായ ഒരു സാഹചര്യമായിരിക്കാം അതിനു വേണ്ടി ദൈവം ഒരുക്കിയത്. മറുവശത്ത് ഒരു ബൈക്കിൽ ആരോ വരുന്നു. ആ വന്ന വ്യക്തി ആരായിരുന്നു? ആളിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. സംസാരിച്ച വ്യക്തി, എടുത്ത വാഹനത്തിൻ്റെ പുറകിലിരുത്തി വീട്ടിൽ കൊണ്ടാക്കിയ വ്യക്തി, ആമേൻ, അതൊരു മാനുഷികമായ ഇടപെടലായിരുന്നു എന്നൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആമേൻ, അത് വളരെ വളരെ അസ്വാഭാവികമായ ഒരു കാര്യമായിട്ട് നമുക്ക് ആ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. തികച്ചും അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു, ദൈവത്തിൻ്റെ കരമായിരുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു, ദൈവമായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കാരണം സോളമൻ എന്ന് പറയുന്നത് ആമേൻ ദൈവത്തിൻ്റെ മകനാണ്. സ്തോത്രം. ആമേൻ, അത് ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തവനാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്നവനാണ്, അനേകരെ ഇതുപോലുള്ള അനുഭവത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവം മുന്നമേ കണ്ടിരുന്നു. അതുകൊണ്ട് ആമേൻ എല്ലാ വിധത്തിലുള്ള സാഹചര്യത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്നു, പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരിക്കുന്ന നല്ല വചനങ്ങളെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ആമേൻ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന ആമേൻ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഒരു പക്ഷെങ്കിൽ പല മാതാപിതാക്കന്മാരും തങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നുണ്ടാവാം. മക്കളുടെ ദുസ്വഭാവങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, പിടിച്ചുപറി, കൂലിത്തല്ല്, മോഷണം, മറ്റ് പലവിധമായ പാപ വഴികളിലൂടെ ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കന്മാർ ഒരുപക്ഷെങ്കിലും കരയുന്നുണ്ടാകാം. അനേക ദൈവദാസന്മാരുടെ മക്കളെ ഓർത്തിട്ട് ദൈവദാസന്മാർ കരയുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ കണ്ണുനീര് വെറുതെയല്ല, വ്യർത്ഥമല്ല. തിരിച്ചറിയൂ, വിശ്വസിക്കൂ. നിങ്ങളുടെ കണ്ണുനീര് വറ്റിപ്പോകരുത്, നിങ്ങളുടെ പ്രാർത്ഥന നിന്നു പോകരുത്. ദൈവം പ്രവർത്തിക്കുവോളം, മറുപടി തരുവോളം, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവോളം ആ പ്രാർത്ഥന നിങ്ങൾ തുടരൂ. നിങ്ങളുടെ ഭവനത്തെ വിടുവിക്കുവാൻ, നിങ്ങളുടെ മക്കളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ തലമുറകളെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ വാത്സല്യ കുടുംബത്തിൽ പ്രവർത്തിച്ച ദൈവം നിങ്ങളുടെ കുടുംബത്തിനും പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ മക്കളും മടങ്ങി വരും, നിങ്ങളുടെ ഭർത്താവ് വരും, നിങ്ങളുടെ ഭാര്യ വരും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വരും, നിങ്ങളുടെ മാതാപിതാക്കന്മാർ വരും. നിങ്ങളുടെ പ്രാർത്ഥന തുടരോ. പ്രാർത്ഥനയ്ക്ക് കഴിയാത്ത, പ്രാർത്ഥനയാൽ അസാധ്യമായ യാതൊരു കാര്യവുമില്ല. ആകയാൽ വിശ്വസിക്കൂ. ആമേൻ, ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആമേൻ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട്
ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് മറുപടിയില്ലാതിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഉള്ള സമയമാണെന്ന് തിരിച്ചറിയോ. കർത്താവിൻ്റെ ദാസൻ സോളമനെ എപ്രകാരം ദൈവത്തിന് വിടുവിക്കുവാൻ കഴിഞ്ഞോ, അതേ ദൈവം നിങ്ങളുടെ കുടുംബത്തിലും പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. നിരാശയിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും ഒക്കെ കൂടി കടന്നു പോകുന്ന അനേക മാതാപിതാക്കന്മാർക്ക്, അനേക ചെറുപ്പക്കാർക്ക് ആമേൻ ഈ സാക്ഷ്യം ഒരു ചലഞ്ചിങ് ടെസ്റ്റ് മണിയായി മാറട്ടെ. സ്തോത്രം. ആമേൻ. ഈ സാക്ഷ്യം ആമേൻ അനേക പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്കും മടങ്ങി വരുവെങ്കിലേക്കും കർത്താവിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ ദാസൻ സോളമൻ ആമേൻ ഈ സമയം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ചാനലിലൂടെ അനേകരോട് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അപ്പാ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാൻ, പറയുവാൻ എനിക്ക് ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രവർത്തനത്തെ, ഈ അരോമ ടിവിയെ, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യ ദൈവദാസനെയും തന്റെ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ഇനി അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ദേശത്ത് എമ്പാടുമുള്ള ജനത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ നാമം മഹത്വത്തിനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി, ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എൻ്റെ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരുന്ന കർത്താവ്, ഈ ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി, പ്രേക്ഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരവധി അനവധി വിഷയങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ശാരീരികമായി, മാനസികമായി കർത്താവെ അങ്ങനെ ഞങ്ങൾ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിനുകളെ കണ്ട് കുപ്പയിൽ നിന്നും കർത്താവ് ഉയർത്തി മഹിമയാർന്ന ശ്രേഷ്ഠമേറിയ പദവി അലങ്കരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതുപോലെ ഇവരുടെ വിഷയങ്ങളിൽ നടക്കട്ടെ. ഈ 2024 തീരുന്നതിന് മുമ്പ് അല്ല അപ്പ ഈ നാളുകളിൽ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും. അതെത്ര ലഭിക്കത്തില്ല എന്ന് വാദിക്കുന്ന എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും യേശുവിന്റെ നാമം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ അത്ഭുതം നടക്കട്ടെ. കർത്താവെ, അങ്ങനെ ചില അത്ഭുത സാക്ഷ്യങ്ങൾ പിന്നെയും കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും യോഗ്യനായ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഹൃദയസ്പർശിയായ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ജീവിതാനുഭവവും സാക്ഷ്യവും ഷെയർ ചെയ്ത കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ അധ്വാനിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന്, സൗഖ്യാരോഗ്യവും തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരൊക്കെ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.